30 ദിവസം സ്വർണ്ണം കൊണ്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയ പെണ്ണാ ഞാൻ. സ്വർണ്ണം കടമഞ്ച കല്യാണം കഴിഞ്ഞാൽ കേൾക്കാൻ പറയാ നിന്റെ 8 ലക്ഷം റുപ്യന്റെ കാര്യം പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 28 ലക്ഷം രൂപയാണ് നിങ്ങൾ കൊണ്ടുപോയി കളിച്ചത്. സ്വർണത്തിന് പരിപാടി എന്റെ തെറ്റല്ലല്ലോ. അപ്പൊ ഈ മാസം എന്റെ മാല എടുത്തില്ലേ? ഞാൻ പുതിയ ഫോൺ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ പണയം വെച്ച മാല ഞാൻ വീണ്ടും ഒന്ന് പുതുക്കി വെച്ചിരുന്നു. മാസത്തിനൊന്നല്ല, 2 കൊല്ലത്തേക്ക്. ഞാൻ എടുത്തുതരാം. ആ സ്വർണ്ണം എടുത്ത് കൊടുത്തില്ലെങ്കിൽ അലിയെ വിട്ട് തല്ലിക്കുന്നതാണ് പറയുന്നത്. ബെഡ്റൂമിൽ കേട്ടില്ല, നിന്നും ഒന്നും പൊന്നില്ല, ഒന്നും കൊടുത്തിന് എന്തിനാ പൊട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, നിനക്ക് ഡീൽ ചെയ്യാറില്ല, നിനക്ക് ഡീൽ ചെയ്യാൻ അറിയില്ല. അല്ല, ഈ മാസമല്ലേ സരസ്വതിയുടെ വാഴ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത്? അത് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ എടുത്തു കൊടുത്താ പോരെ. അതെ, നമുക്ക് ആകെ ഉള്ളതൊരു മാലയും പണയം. അത് ഈ വീട്ടിൽ വെക്കുന്നേക്കാൾ സേഫ് അല്ലേ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്നത്.